രാജ്യവ്യാപകമായി SIR നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നത് തടയാനാകുമോ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. ആരാണ് ഈ ഹർജി ഇത്തരത്തിൽ ഇത് തടയണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയത്? എന്തൊക്കെയായിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ? പ്രചരിച്ച നേരത്തെയുള്ള ഹർജി തന്നെയാണ്. അത് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അതിന്റെ നിയമസാധുത ചോദ്യം ചെയ്തും ഒപ്പം തന്നെ ആ വോട്ടർ പട്ടിക പരിഷ്കരണം അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ നൽകിയ ഹർജിയാണ്. വിവിധ കക്ഷികൾ നൽകിയ ഹർജികൾ ഒരുമിച്ചാണ് സുപ്രീം കോടതി രണ്ടംഗ ബെഞ്ച് കേൾക്കുന്നത്. അതിൽ എല്ലാ ആഴ്ചയിലും വാദം നടക്കുന്നുണ്ട്. ആ വാദത്തിനിടയിലാണ് സുപ്രീം കോടതി പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിച്ചത്. നിലവിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ രാജ്യവ്യാപകമായിട്ട് തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുമായി മുന്നോട്ട് പോകുന്നുവെന്ന് ഹർജിക്കാർ വാദിച്ചിരുന്നു. അപ്പോഴാണ് കോടതി ചോദിച്ചത് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് എങ്ങനെ തടയാനാകും എന്നാണ് കോടതി ചോദിച്ചത്. നേരത്തെ തന്നെ ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിൽ തൽക്കാലം കോടതി ഇടപെടുന്നില്ല എന്നും ആധാറിനെ 12ാമതൊരു രേഖയായി പരിഗണിക്കണമെന്നും കോടതി ഉത്തരവിട്ടിരുന്നു. അതിനെ തുടർന്ന് ഇലക്ഷൻ കമ്മീഷനും അത്തരത്തിൽ ആധാർ ഒരു രേഖയായി സ്വീകരിക്കാമെന്ന് ഓർഡറായിട്ട് തന്നെ ഇറക്കിയിരുന്നു. അതിന്റെ നിയമസാധുത ചോദ്യം ചെയ്തിട്ടുള്ള വാദങ്ങളാണ് ഇന്ന് സുപ്രീം കോടതിയിൽ പ്രധാനമായും നടന്നത്. നിലവിൽ ഈ കക്ഷികൾ പ്രധാനമായും വാദിച്ചത് തന്നെ ഇത് ജനങ്ങളുടെ ഭരണഘടനയ്ക്ക് തന്നെ എതിരായിട്ടുള്ള ഒരു നീക്കമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത് തുടങ്ങിയ വാദങ്ങളായിരുന്നു ഹർജിക്കാർ ഉന്നയിച്ചത്. പക്ഷേ ഇതൊന്നും കോടതി അംഗീകരിച്ചില്ല. പകരം വിശദമായിട്ട് തന്നെ ഒരു രേഖകൾ അത് ഒക്ടോബർ 7-ന് ഈ വാദം അടുത്ത് കേൾക്കുമ്പോൾ നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. മാത്രമല്ല ഈ സംസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായങ്ങളോ എതിർപ്പുകളോ ഉണ്ടെങ്കിൽ സംസ്ഥാനങ്ങൾക്കും ഹർജി നൽകാമെന്നും സുപ്രീം കോടതി പറയുകയുണ്ടായി. അവർ ഹർജി നൽകിയാൽ അതും കേൾക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ഹർജിക്കാർ വാദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒക്ടോബർ അവസാനത്തോടു കൂടി തന്നെ ബീഹാറിൽ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അപ്പൊ അതിനു മുൻപേ തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം ഇത് നിലവിലുള്ള ഈ കരട് പട്ടിക ഏതാണ്ട് 65 ലക്ഷം പേർ ഒഴിവായി ആ പട്ടിക റദ്ദാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അതിലും സുപ്രീം കോടതി ഇടപെടാൻ തയ്യാറായിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.